നമ്മുടെ മനസ്സ് നമ്മളോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത് പറയണത് കേൾക്കരുത്, അത് പറയണത് കേട്ടോ, നിങ്ങളുടെ ലൈഫ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആവും, നിങ്ങളില്ലാത്തത് ചിന്തിച്ചു കൂട്ടി ഈ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചതിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ ഓർത്ത് പണ്ട് ആ സുഹൃത്ത് എന്നെ ചതിച്ചതാണ്, അല്ലെങ്കിൽ ആ ആളെന്നെ ചതിച്ചെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. നിങ്ങൾ അതായിരിക്കും ഓർത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ലൈഫ് ലോങ് ചതിച്ചുകൊണ്ടിരിക്കുന്നത്, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത എത്രയോ കാര്യങ്ങൾ മനസ്സ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ എത്ര തവണ പേടിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എത്ര തവണ അതിൻ്റെ വാക്കും കേട്ട് നിങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ടാവും. ചിന്തിച്ചു നോക്ക്. ഹോസ്പിറ്റലിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാൾ, അപ്പം മനസ്സ് ഇങ്ങനെ അത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ തുടങ്ങും. വല്ല രോഗമായിരിക്കുമോ, രോഗമായിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ വരുമോ, ഓപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ അവസ്ഥ എന്താണ്, അതിനുള്ള പണം കണ്ടെത്തണ്ടേ, വീട്ടിലത്തെ ചിലവുകൾ നോക്കണ്ടേ, എന്താവും, ഇനിയിപ്പോൾ ഓപ്പറേഷനും കഴിഞ്ഞ് വീട്ടിൽ പോയി അല്ല ഓപ്പറേഷനിൽ വല്ല കോംപ്ലിക്കേഷൻസും വന്നാലോ, ഡോക്ടറുടെ അശ്രദ്ധ വന്ന് ഞാൻ മരിച്ചു പോയാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ടെസ്റ്റും കൊണ്ട് വന്നിട്ട് പറയും എല്ലാം നോർമലാണ് കേട്ടോ. അപ്പൊ അത്രയും സമയം അയാൾ ജീവിച്ചത് ഹോസ്പിറ്റലിലല്ലായിരുന്നു, അയാളുടെ മനസ്സുണ്ടാക്കിയ നരകത്തിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വെറുതെ ഇത് പേടിപ്പിക്കും. മാനേജർ വന്നിട്ട് പറഞ്ഞു നോക്ക് ഫ്രീ ആകുമ്പോൾ ഒന്ന് കാണണം കേട്ടോ എന്ന്. അപ്പം തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ ചെയ്ത വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചിന്തിച്ചു കൂട്ടി അയാൾ ഇനിയിപ്പോൾ ഈ പ്രശ്നം കണ്ടെത്തി എന്നെ പിരിച്ചുവിടുമോ എന്നൊക്കെയാണ് ചിന്തിക്കും. അതേപോലെ വൈഫ് ഫോൺ എടുത്തില്ല, മനസ്സപ്പം കഥ ഉണ്ടാക്കാൻ തുടങ്ങും. വണ്ടിയും കൊണ്ട് വരുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായാലോ, ഒറ്റ സെക്കൻഡിൽ ആക്സിഡന്റും ഹോസ്പിറ്റലും അങ്ങോട്ട് ചിന്തകളിലോട്ട് പോകും. ലാസ്റ്റ് വൈഫ് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ ഫോണിലെ ചാർജ് തീർന്നുകൊണ്ടാണ്. ഇത്രയുള്ള കാര്യം, വളരെ നിസാരമായ കാര്യത്തിനെ മനസ്സ് കഥകൾ ഉണ്ടാക്കി നമ്മളെ പേടിപ്പിച്ച് ഇതും നമ്മൾ വിശ്വസിച്ച് നമ്മളെ പ്രഷറും കൂട്ടി നമ്മളെ ഹെൽത്ത് സ്പോയിൽ ചെയ്യും. നമ്മള് മനസ്സ് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പെരുമാറുന്നത്? നിസാരമായ ഒരു കാര്യത്തെ അങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മളെ പേടിപ്പിച്ച് എന്തിനാണ് അത് അങ്ങനെ പെരുമാറുന്നത്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മനസ്സ് നമ്മളോട് ഇങ്ങനെ നിരന്തരം പറയുന്ന കള്ളങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കള്ളങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിപ്പോൾ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ചെയ്യരുത്, അതാണ് ഇതാണ് ഈ പ്രശ്നം വരുന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും ഇത് കള്ളമാണ്, അത് ഞാൻ കേൾക്കേണ്ടതില്ലാന്ന്. ഇപ്പൊ സ്റ്റേജിൽ കയറണം എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ വരും. അപ്പൊ മനസ്സൊരു കയറിയ സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ ആളുകൾ കൂവും, ആകെ പ്രശ്നമായി, നീ നാണം കെടും, നീ കഴിവില്ലാത്തവനാണ് പറയും, പോണ്ടാന്ന് പറയും. എന്നാൽ ഇത് പറയുന്നത് വെറും കള്ളമാണ്, ഇത് നിസാര കാര്യങ്ങളെ കഥയുണ്ടാക്കി എന്നെ പേടിപ്പിക്കും, അതതിൻ്റെ സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മനസ്സ് പറയുന്ന കേൾക്കാതെ കൂളായിട്ട് സ്റ്റേജിൽ പോയി സംസാരിച്ച് കയ്യടിയും വാങ്ങി തിരിച്ചുകൊണ്ട് പോരും. സോ മനസ്സ് പറയുന്ന കള്ളങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതിനാണ് ഈ വീഡിയോ. നമുക്കറിയാം മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഫോം ആയതാണ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോരാട്ടം തന്നെയായിരുന്നു. പറഞ്ഞാൽ വേട്ടയാടാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സിംഹമോ പുലിയോ കടുവയോ നിലത്ത് നിന്ന് പാമ്പോ എപ്പോഴും ഒരു അപകടം നമ്മൾ മണക്കണം, അപകടം മനസ്സിലാക്കി വേണം പോവാൻ. ഒരു ശബ്ദം കേട്ടു, അത് പുലിയായിരിക്കാം, മനസ്സ് നമ്മളോട് പറയാണ്. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി പുലിയല്ല, അതൊരു മരം വീണ ഒരു ശബ്ദമാണെന്ന്. ശരിക്കും പുലി ആയിരുന്നെങ്കിൽ അവിടെ അയാൾ മരിച്ചു. സോ മനസ്സ് എപ്പോഴും അപകടങ്ങൾ നമുക്ക് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ അപകടം ഉണ്ടാവും, ഇവിടെ ഉണ്ടാവാം. മനസ്സിന്റെ ജോലി നമുക്ക് സക്സസ് ഉണ്ടാക്കി തരിക, നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരിക, സമാധാനം ഉണ്ടാക്കി തരിക എന്നുള്ളതൊന്നും അല്ല. നമ്മളെ നിലനിർത്തുക, സർവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ മനുഷ്യന്റെ കാലത്തുള്ള പോലെ തന്നെ എപ്പോഴും ഒരു അപകടം വരാമെന്നാണ് മനസ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലം മാറി. ഇന്ന് കാടില്ല, സിംഹമില്ല, പുലിയില്ല, അതൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ പ്രത്യക്ഷത്തിൽ ആക്രമിക്കാൻ വരുന്നൊന്നുമില്ല. ഇന്ന് പകരം ബിസിനസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, എക്സാംസ് ഉണ്ട്, ഇങ്ങനെ വേറെ ചില പ്രോബ്ലംസ് ഒക്കെ ആവും. അപ്പൊ ഇവിടെയും മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ അപകടം ഉണ്ടാവും, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, നിന്നെ നിലനിർത്തുക എന്നുള്ളതാണ് മനസ്സിന്റെ ജോലി. ഇപ്പൊ നമ്മൾ ബിസിനസ് തുടങ്ങണം എന്ന് പറയുമ്പോൾ മനസ്സ് ആദ്യം നെഗറ്റീവ് കാണിച്ചിരും. ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ തുടങ്ങണ്ടെന്ന് പറയില്ല, പിന്നെ ചെയ്യാന്ന് പറയും. അത് മനസ്സിന്റെ ഒരു തന്ത്രമാണ്. പിന്നെ ചെയ്യാന്ന് പറഞ്ഞോ അത് തുടങ്ങില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. നമ്മൾ നമ്മുടെ ലൈഫിന് അടുത്ത ഘട്ടത്തിലോട്ട് കൊണ്ടുപോകുന്നൊരു തീരുമാനം എടുക്കാൻ നിൽക്കുമ്പോൾ മനസ്സ് ആ പഴയ ഡേഞ്ചർ സൈൻ കാണിച്ചിരും. അങ്ങോട്ട് പോകണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, അത് പിന്നെ ചെയ്യാം, ഇപ്പൊ റിസ്ക് എടുക്കണ്ടെന്ന്. സോ ഒരിക്കൽ കൂടി പറയാം, മനസ്സിന്റെ ജോലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരിക എന്നുള്ളതല്ല, നമ്മൾ നിലനിർത്തുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പറയും, ചെയ്യണ്ട, ഇവിടെ നിന്നോ, റിസ്ക് എടുക്കണ്ട, അപകടമാണെന്നൊക്കെ പറയും. അത് നമ്മൾ കേട്ടോ, നമ്മളെ കഥ കഴിഞ്ഞു. മനസ്സ് സ്ഥിരം പറയുന്ന 4 നുണകൾ ഞാൻ ഇനി പറയാം. അതിന്റെ പാറ്റേൺ പറയാം. നിങ്ങളത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുമ്പോൾ
അതിൻ്റെ ആ പിടുത്തത്തിൽ നിന്ന്, ആ നീരാളി പിടുത്തത്തിൽ നിന്ന് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രോത്തിലോട്ട് കുതിക്കാൻ പറ്റും. നമ്മളെ ലിമിറ്റ് ചെയ്യാനാണ് അത് ശ്രമിക്കുക. അതിൻ്റെ ലിമിറ്റേഷൻ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. സോ ആദ്യത്തെ നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്നതൊക്കെ മോശം കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങളില്ലേ, ഇപ്പോൾ അച്ഛൻ ആലോചിക്കുകയാണ്, മകൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വീട്ടിൽ നിന്ന് പോയി, 9 മണിയായി വന്നിട്ടില്ല, രാത്രിയായി, അവനെന്തെങ്കിലും അപകടം പറ്റി കാണുമോ, അപകടം പറ്റി ഹോസ്പിറ്റലിൽ കാണുമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നങ്ങോട്ട് ചിന്തിക്കുകയാണ്. അവൻ എന്തെങ്കിലും ജോലിക്ക് പോയി അതൊക്കെ കഴിഞ്ഞ് കൂളായിട്ട് മടങ്ങി വരുന്നുണ്ടാവും. പക്ഷെ അത്ര നേരം ആ മനുഷ്യൻ്റെ മനസ്സ് അങ്ങോട്ട് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്തു, മനസ്സ് പറയും കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന്. അതേപോലെ ഒരു ചെറിയ പനി വന്നു, മനസ്സ് പറയും ഇത് ഈ പനി സാധാ പനിയല്ല, ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇതിപ്പോൾ ഡെങ്കിപ്പനിയോ അങ്ങനെ എന്തോ ആവാം, അതായി, അത് പ്രശ്നമായി, ഞാനാകെ കിടപ്പിലായി, രോഗം വന്ന് മരിച്ച് എൻ്റെ ഫാമിലി എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മനസ്സുകൾ ചിന്തിച്ചു കൂട്ടും. നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂട്ടിയ ഓരോ കഥകൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അവസാനം നമുക്ക് മനസ്സിലാവും ഈ ചിന്തിച്ചൊന്നും നടന്നിട്ടില്ല. ഇതേപോലെ ഒരിക്കലും നടക്കാൻ പോലും സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ എത്ര സമയം നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും. എത്ര യാത്രകൾ എൻജോയ് ചെയ്യാതെ എവിടെയെങ്കിലും നടന്ന കാര്യമോ ചിന്തിച്ച് ഇങ്ങനെ നമ്മൾ കളഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. പക്ഷെ ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ, അതിനങ്ങോട്ട് ഊതി പെരിപ്പിച്ച് മനസ്സ് നമ്മളങ്ങോട്ട് വിഷമിപ്പിക്കും. എത്ര സമയം നമ്മൾ കളഞ്ഞിട്ടുണ്ട്, എത്ര തീരുമാനങ്ങൾ നമ്മൾ എടുക്കാതെ പേടിച്ച് പുറകോട്ട് വന്നിട്ടുണ്ട്. ഇനിമേൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി മനസ്സങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മളെ പേടിപ്പിക്കുമ്പോൾ ഒറ്റ ചോദ്യം ചോദിക്കുക, ഇതിപ്പോൾ നടക്കുമോ, നടക്കുന്നുണ്ടോ, അതോ എൻ്റെ മനസ്സുണ്ടാക്കുന്നൊരു സ്റ്റോറി മാത്രമാണോ എന്ന്. നമ്മൾ അവിടെ ഒരു ക്ലാരിറ്റി വരുത്തുക. ഇത് വെറും സ്റ്റോറി മാത്രമാണ്, റിയാലിറ്റി അല്ല അത്. ആക്ച്വലി മനസ്സ് പറയുന്ന രണ്ടാമത്തെ നുണ ഞാൻ ചിന്തിക്കുന്നത് സത്യമാണ് എന്നുള്ളതാണ്. ഈ നുണയുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പേടിയെ അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കും. ഞാൻ ചിന്തിക്കുന്നത് സത്യമാണ്, അതന്നെ, അതിനോട് ഉറച്ചത് നിൽക്കും. ഇപ്പം നമ്മൾ നടക്കാൻ പോയപ്പോൾ സ്ഥിരം ചിരിക്കുന്ന ഒരാൾ, അയാളൊന്ന് ചിരിച്ചില്ല, അപ്പം നമ്മളൊരു കാരണം കണ്ടെത്തും. ഇന്നാൾ ഞാൻ അയാളോട് ഇത് സംസാരിച്ചു, അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അയാൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഫിക്സ് ചെയ്തു, സത്യമാണത്. അതേമാതിരി നമ്മുടെ കൂട്ടുകാരൻ 2 ദിവസമായിട്ട് വിളിച്ചിട്ടില്ല, ഓ അവനങ്ങ് മാറിപ്പോയി, എനിക്ക് അപ്പോഴേ തോന്നിയതാ അവൻ അങ്ങനെയാണ്, ഫിക്സ് ചെയ്തു. ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും നമ്മളോട് ഫിക്സ് ചെയ്യും. നമ്മളല്ല, മനസ്സങ്ങോട്ട് ഫിക്സ് ചെയ്യും. സുരേഷ് മാനേജറുടെ ക്യാബിൻ തുറന്ന് അകത്തോട്ട് കയറി, കയ്യിലുള്ള ഫയൽ മാനേജർക്ക് കൊടുത്തു. മാനേജർ ആ ഫയൽ വാങ്ങി ഒന്നും മിണ്ടാതെ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നു. സുരേഷ് പുറത്തിറങ്ങി. സുരേഷിന്റെ മനസ്സ് കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങും. എൻ്റെ വർക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതന്നെയാണ്. അല്ല, അയാൾക്ക് പണ്ട് എന്നെ ഇഷ്ടമല്ല, ഞാനിങ്ങനെ ഒരു തോൽവിയായി പോയല്ലോ, എന്നൊന്നിനും കൊള്ളില്ല, അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെയൊരു സുരേഷിന്റെ മനസ്സ് പല കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങും. സുരേഷ് അതങ്ങ് ഫിക്സ് ചെയ്യും, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മാനേജർ ആ ഫയൽ അവിടെ വെച്ചത് എന്ന്. അത് ഉറപ്പിച്ചു. പക്ഷെ അസ്വസ്ഥത വരികയാണ്. ഇങ്ങനെയൊക്കെ എന്നൊന്നിനും കൊള്ളാത്തവനാണ്, എൻ്റെ വർക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എങ്ങനെ ഇനി ഞാൻ ഈ ഓഫീസിൽ നിൽക്കും, ആകെ അസ്വസ്ഥത. വൈകുന്നേരം വരെ അസ്വസ്ഥത, വീട്ടിലെത്തിയിട്ടും അസ്വസ്ഥത. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ മാനേജർ പറഞ്ഞു, നിങ്ങളുടെ ഫയൽ നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫയലിൽ ഒരു കാര്യം, ഇത് പ്രസന്റേഷൻ അവതരിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നന്നായിട്ടുണ്ട്, വെൽ ഡൺ എന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് ഇത്രയും സമയം ചിന്തിച്ചതൊക്കെ വെറുതെ ആയി എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവിടെ നടന്ന റിയാലിറ്റി എന്താണെന്ന് ആലോചിച്ചു. മാനേജർ ഒന്നും പറഞ്ഞിട്ടില്ല, സുരേഷിന്റെ മനസ്സുണ്ടാക്കിയ കഥകളായിരുന്നു അതൊക്കെ. സുരേഷിന് സമയം എത്ര വെറുതെ പോയി. അതേപോലെ കറണ്ട് പോയി വീട്ടിൽ. പെട്ടെന്ന് അവിടുന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഒരാൾ പറയാണ്, ആ ഇതാ മറ്റേ പൂച്ച ചാടിയ ശബ്ദമാണെന്നാ. മറ്റേ ആൾ ചിന്തിക്കണം, അല്ല ഇത് പൂച്ചൊന്നല്ല, ഇത് കള്ളനെങ്ങാനും ആണോ എന്ന്. ആലോചിച്ച് നോക്കുക, ഒരേ ഇൻസിഡന്റ്, അതിന് 2 പേരുടെ മനസ്സുണ്ടാക്കിയത് 2 കഥകളാണ് എന്നുള്ളതാണ്. ഇവിടെ സംഭവം മാറിയിട്ടില്ല, പക്ഷെ ഈ 2 പേരുടെ മനസ്സ് ആ സംഭവത്തിന് കൊടുത്ത അർത്ഥങ്ങളാണ് ഇവിടെ മാറിയിട്ടുള്ളത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒറ്റ ചോദ്യം ചോദിക്കാം, ഇത് ഫാക്റ്റ് ആണോ അതോ എൻ്റെ മനസ്സുണ്ടാക്കിയ കഥകളാണോ എന്നുള്ളത്. നാളെ റിസൾട്ട് തരാമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് ഫാക്റ്റ്. എന്നാൽ നമ്മുടെ മനസ്സുണ്ടാക്കിയ സ്റ്റോറി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ, വല്ല മഹാരോഗവുമായിരിക്കും എന്നുള്ളതാണ്. മാനേജർ ക്യാബിനോട്ട് വിളിച്ചു, അത് ഫാക്റ്റ്. പക്ഷെ നമ്മുടെ മനസ്സുണ്ടാക്കുന്ന സ്റ്റോറി എന്താ, ഞാൻ ചെയ്ത എന്തെങ്കിലും കണ്ടെത്തി, അല്ലെങ്കിൽ എൻ്റെ വർക്ക് മോശമാണ്, അതുകൊണ്ട് എന്നെ വഴക്ക് പറയാൻ വിളിച്ചതാവാന്നുള്ളതാണ് മനസ്സുണ്ടാക്കിയ സ്റ്റോറി. ആലോചിച്ചു, ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കുകയാണ്, ഫാക്റ്റ് വേറെയാണെന്നുള്ളതാണ്. ആക്ച്വലി നമ്മളെ തകർക്കുന്നത് ഫാക്റ്റ് അല്ല, ആ സംഭവങ്ങളല്ല, ആ സംഭവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കഥകളാണ് യഥാർത്ഥത്തിൽ നമ്മളെ തളർത്തുന്നതെന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിലേക്ക് വരുന്ന ഇങ്ങനത്തെ ഒക്കെ ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകളുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ട്
അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് വേറൊരാളെ പോലെ സാക്ഷിയായിക്കൊണ്ട് നമ്മൾ ആ ചിന്തകളെ ഒബ്സേർവ് ചെയ്യുക. അത് ജസ്റ്റ് ചിന്തകളാണ്, അത് വരും അത് പോവും, അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ അതിനോട് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല. നമ്മളൊരു ജഡ്ജിയെ പോലെ നമ്മളത് ഡിസിഷൻ എടുക്കണ്ട. ജസ്റ്റ് ചിന്തകളാണ്, അത് വരും പോവും. ആ ചിന്തകൾ ഒരു സാക്ഷിയെ പോലെ കാണുക, വേറൊരാളെ പോലെ നമ്മളതിനെ നോക്കിക്കാണുക, നമ്മളിലൂടെ വന്നു പോകുന്ന ചിന്തകളെ. അല്ലാതെ ഇത് ജസ്റ്റ് ചിന്തകളാണ്. നമ്മൾ അതിന് വെറുതെ വിഷമിച്ച് നമ്മുടെ ടൈം മൊത്തം സ്പോയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചിന്തകളാണോ, അത് വരും പോവും, അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സ് പറയുന്ന അടുത്ത നുണ, ഇപ്പം വേണ്ട, ഇപ്പം അത്ര നല്ല സാഹചര്യമല്ല, നല്ലൊരു സമയം വരട്ടെ അപ്പം ചെയ്യാം, ഇപ്പം വേണ്ട പിന്നെ ചെയ്യാന്നുള്ളത്. സുരേഷിന് ബിസിനസ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിനൊക്കെ പണം ചെറുതായൊക്കെ സ്വരൂപിച്ച് വെച്ചു. പക്ഷെ സുരേഷ് ചിന്തിക്കുകയാണ്, ഇപ്പം സാമ്പത്തിക മാന്ദ്യമാണ്, ഇപ്പം തുടങ്ങിയ ബിസിനസ് പൊട്ടാം, കുറച്ചുകൂടി റിസർച്ച് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി പെർഫെക്റ്റ് ടൈം വരട്ടെ എന്നാ. അങ്ങനെ വന്നപ്പോൾ കുഞ്ഞുങ്ങളായി. അപ്പോൾ സുരേഷ് വിചാരിച്ചു, ഈ കുഞ്ഞുങ്ങളുടെ ചെറുപ്പമൊക്കെ ഒന്ന് കഴിഞ്ഞു, അപ്പോൾ ചെറുപ്പത്തിൽ ധാരാളം നോക്കണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, ഒന്ന് വലുതാവട്ടെ, ഒന്ന് ഫ്രീ ആവട്ടെ, അതിനുശേഷം ബിസിനസ് തുടങ്ങാന്ന്. ഇങ്ങനെ നീട്ടിവെച്ച് സുരേഷ് ഒരിക്കലും ബിസിനസ് തുടങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് മനസ്സിന്റെ കഥ. മനസ്സൊരു കള്ളനാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഇത് ചെയ്യണ്ടെന്ന് പറയില്ല, അത് പറയും പിന്നെ ചെയ്യാന്ന്. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിക്കും, നമ്മൾ ചിലപ്പോൾ ചെയ്യാം. പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ നാളെ ചെയ്യാലോ എന്ന് നമുക്കൊരു ആശ്വാസവും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇതാണ് മനസ്സിന്റെ ഐഡിയ. നമ്മൾ എപ്പോഴൊക്കെ പിന്നെ ചെയ്യാന്ന് മനസ്സ് പറയുന്നോ ഓർത്തോ, അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് മനസ്സ് പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പങ്ങ് ചെയ്തേക്കണം. അതിങ്ങനെ നീട്ടി വെച്ച് അവസാനത് കൊളാക്കാനുള്ള ഐഡിയ ആണ് അതിന്. നമ്മുടെ ഡെയിലി ലൈഫിൽ മനസ്സ് പറഞ്ഞ ഈ കള്ളം നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാളെ മുതൽ എക്സസൈസ് ചെയ്ത് തുടങ്ങാം, പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ലൈഫ് എൻജോയ് ചെയ്യാം, പിന്നെ സേവിങ്സ്, ഈ വർഷം കൂടി ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അടുത്ത വർഷം മുതൽ കിട്ടുന്ന വരുമാനത്തിന്റെ 30% ഞാൻ സേവ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ കുറേ കള്ളങ്ങൾ പറയുന്നില്ലേ. നാളെ മുതൽ നേരത്തെ എഴുന്നേക്കാം. ഈ നാളെ മുതൽ എന്ന് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇത് ചെയ്യാതിരിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ഐഡിയ ആണ്. അത് നമ്മൾ മനസ്സിലാക്കി അപ്പം തന്നെ ചെയ്യാം. ഒരു ദിവസം അച്ഛൻ മകനോട് പറയാണ്, നമുക്ക് 2 പേർക്കും ചേർന്നിട്ടേ നല്ലൊരു ട്രിപ്പ് പോകണം കേട്ടോ. ആ ദിവസം ഒരിക്കലും വന്നിട്ടില്ല. ഹസ്ബൻഡ് പറയാണ്, എൻ്റെ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ. അതും ഇന്നേ വരെ വന്നിട്ടില്ല. ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്തൊരു റിഗ്രറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയാണ്, ഇപ്പം ഈ ജോലിയാണ് ഇതിൻ്റെ പ്രശ്നം, ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഹെൽത്ത് കൂടുതൽ നന്നായി ശ്രദ്ധിക്കണം. മനസ്സ് പിന്നെ ചെയ്യാന്നൊക്കെ ഇങ്ങനെ നീട്ടി വെക്കുമ്പോൾ നമ്മൾ മനസ്സിലൂടെ ഒറ്റ ചോദ്യം ചോദിക്കുക, പിന്നെ ചെയ്യാന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ കറക്റ്റ് ഡേറ്റും ടൈമും പറയാം. ഡേറ്റ് ഇല്ലാത്ത തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അത് തീരുമാനമല്ല, അത് ജസ്റ്റ് ആഗ്രഹം മാത്രമാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടോ അത് തീരുമാനമായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലാത്തതൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ആഗ്രഹം. അത് പിന്നെ ചെയ്യാന്നുള്ള ആഗ്രഹമായിട്ട് അങ്ങനെയായിട്ട് നീട്ടി വെച്ച് അത് അവസാനം ചെയ്യില്ല എന്നുള്ളതാണ് ഫാക്ട്. ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ സമയം കിട്ടിയിട്ട് അത് ചെയ്യാം, സമയം കിട്ടിയിട്ട് ഇത് ചെയ്യാന്നൊക്കെ നമ്മളെ മനസ്സിങ്ങനെ പറയുമ്പോഴേ, സമയം കിട്ടിയിട്ടല്ല നമ്മളത് തുടങ്ങുന്നത്. നമ്മളത് തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള സമയങ്ങൾ ഉണ്ടാവും, അതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കും. സോ സമയം റെഡിയാവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. നമ്മൾ തുടങ്ങുക, ഉടനടി ആക്ഷൻ എടുക്കുക. നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ അതിലുള്ള വഴിയും തെളിഞ്ഞു വരും. അല്ലാതെ പെർഫെക്റ്റ് ആവാൻ നിങ്ങൾ കാത്തിരിക്കരുത്. നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 4ാമത്തെ നുണ, ഞാൻ ഇങ്ങനെയാണ്, ഇനി മാറാൻ കഴിയില്ല എന്നുള്ളത്. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, അവൻ മാത്സിൽ തോറ്റുപോയി. അപ്പൊ ടീച്ചർ സ്നേഹപൂർവ്വം വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം, നീ നന്നായി പഠിച്ചാൽ മതി എന്നാണ്. പക്ഷെ അവൻ വീട്ടിലോട്ട് പോകുമ്പോൾ ചിന്തിച്ചത്, എനിക്ക് മാത്സ് പറ്റില്ല, എനിക്ക് മാത്സ് ചെയ്യാൻ കഴിയില്ല, എൻ്റെ തലച്ചോറിൽ അതിനുള്ള ശേഷിയില്ല എന്നൊക്കെ അവനോട് ചിന്തിച്ചു. പിന്നെ അവൻ ക്ലാസ്സിൽ മാത്സ് ചെയ്യുമ്പോഴൊക്കെ അവൻ്റെ ഉള്ളിൽ എനിക്ക് കഴിവില്ലാത്തതാണ് ഇതില്, അങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ ഉറപ്പായും അടുത്ത എക്സാമിന് തോറ്റു എന്നുള്ളതാണ്. അവൻ വിചാരിക്കണം എന്താ, ഞാനിതാണ്, മാത്സ് എന്നുള്ളതൊരു വിഷയം മാത്രമാണ്, അതിൽ തോറ്റു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാനിതാണ്, തോൽക്കുന്ന ആളാണ്, മാത്സ് എനിക്ക് പറ്റില്ല എന്ന് അതിനർത്ഥമല്ല. നമ്മളൊരു പ്രശ്നം അതാണ്, നമുക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പരാജയമായി കാണാതെ ഞാൻ തന്നെ ഒരു പരാജയമാണെന്ന് അതിനെ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ കാണും. അവിടെയാണ് പ്രശ്നം. ബിസിനസ് പൊട്ടി, അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ബിസിനസ് പറ്റുന്ന പണിയല്ല, വഴങ്ങില്ല എന്ന്. ആ സമയത്ത് അപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ അറിവിന്റെയും സ്കില്ലിന്റെ ഒക്കെ കുറവുകൊണ്ട് അത് പരാജയപ്പെട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആളോ ബിസിനസ് എനിക്ക് ശരിയാവാത്ത പ്രശ്നമോ അല്ലത്. ഇപ്പൊ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടായി, അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ സ്നേഹിക്കാൻ കൊള്ളാത്തവനാണ്, എനിക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഞാൻ അതിനൊരു ഐഡന്റിറ്റി ആക്കി മാറ്റുകയാണ്. അവിടെയും ആ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാനുള്ള സ്കില്ലും നോളേജും കുറച്ച് ക്ഷമയൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാവാം. അത് ജസ്റ്റ് ഒരു ഏരിയ മാത്രമേ ഉള്ളൂ.
അത് ചെയ്തിട്ട് ഞാൻ അതാണെന്ന് ഒരു അർത്ഥമില്ല അതിന്. ഒരു കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ പല തവണ വീഴും. വീണ സമയത്ത് ആ കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് നടക്കാൻ പറ്റാത്ത ആളാണ്, ഞാൻ 10 തവണ വീണു, ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല എന്നൊന്നും ആ കുട്ടി ചിന്തിക്കുന്നില്ലല്ലോ. അവൻ വീണ്ടും വീണ്ടും നടന്നാണ് അത് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ എത്രയോ സമയം ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്, ഞാൻ സ്നേഹിക്കാൻ കഴിവില്ലാത്ത ആളാണ്. ഇങ്ങനെ നമ്മൾ തന്നെ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യും. നമ്മുടെ ഐഡന്റിറ്റി അതാന്ന് നമ്മളങ്ങോട്ട് വിചാരിക്കും. അതൊരു ജസ്റ്റ് ഒരു സ്കില്ലാണ്, അത് പഠിച്ചാൽ ശരിയാവും. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക, നമ്മളതാണ്, നമ്മളങ്ങനെ അങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ അതിനെ നമ്മുടെ ഐഡന്റിറ്റി ആക്കിയാണ് മാറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 4 നുണകൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നിങ്ങളൊരു കംഫർട്ട് സോണിലോട്ട് അങ്ങോട്ട് ഒതുക്കി തളച്ചിടുക. നിങ്ങൾ വളരരുത്. നമ്മുടെ ലൈഫിൽ വളർച്ച ഉണ്ടാവുന്നതൊക്കെ ഈ കംഫർട്ട് സോണിന്റെ പുറത്തോട്ട് നമ്മൾ പോകുമ്പോഴാണ്. മനസ്സ് പുറകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, പോണ്ട റിസ്ക് ആണ് എന്നൊക്കെ ഇങ്ങനെ. അത് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആ പിടിയെ നമ്മൾ പൊട്ടിച്ച് മുൻപോട്ട് കുതിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്യുമ്പോഴും മനസ്സ് പറയും, നീ തോക്കും, ഇത് നടക്കൂലാന്ന്. അത് കേൾക്കണ്ട, അത് ജസ്റ്റ് ചിന്തയാണ്, അതിങ്ങനെ വരും പോവും, അത്രേ ഉള്ളൂ. നമ്മുടെ പേർപ്പസ് എന്താ, നമ്മുടെ ലക്ഷ്യം എന്താ, അതിനെ അറ്റാക്ക് ചെയ്യുക. പ്രായമുള്ള ഒരാളോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താണെന്നുള്ളത്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ടൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ല, പക്ഷെ ഞാൻ പേടിച്ചിട്ട് ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് റിഗ്രറ്റ് എന്നുള്ളത്. നമ്മുടെ അവസ്ഥ ഇത് തന്നെയാവും. നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ടാവില്ല നമ്മുടെ അവസാന നാളുകളിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവുക. നമ്മൾ ചെയ്യാതെ വിട്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടാവും. ചെയ്യാതെ വിട്ടതിന്റെ കാരണം എന്താ, പുറകെ നിന്ന് ഇങ്ങനെ പലതും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചതാണ്. സോ ഇനിമേൽ ആ പേടിയെ നിങ്ങൾ കേൾക്കരുത്, നിങ്ങൾ ആഗ്രഹിച്ച ചെയ്യുക. ഒന്നും കൂടി ഓർക്കുക, ജസ്റ്റ് അത് ചിന്തകളാണ്, ചിന്തകൾ വരും പോവും. അതിന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങളെ പേർപ്പസ്, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾ ആഗ്രഹിച്ചത് നേടുക. സോ ഇറ്റ്സ് മീ MK ജയദേവ്.